ഉത്സർപ്പത് കൗസ്തുഭശ്രീ തതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷ ശ്രീവത്സരമ്യം തരളതരസമോദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലി കിസലയനീം വന്യമാലാം വിലോലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം. ഉത്സർപ്പത് കൗസ്തുഭശ്രീഃ തതിഭിഃ അരുണിതം കോമളം കണ്ഠദേശം വക്ഷഃ ശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലി കിസലയനീം വന്യമാലാം വിലോലോലംബാം ലംബമാനാം ഉരസി തവ തഥാ ഭാവയേ രത്നമാലാം. ഉത്സർപ്പത് കൗസ്തുഭശ്രീ തതിഭിഃ ഉത്സർപ്പത് ഉയർന്ന് പരക്കുന്ന കൗസ്തുഭശ്രീ കൗസ്തുഭ മണിയുടെ കാന്തി തതിഭി അതിൻ്റെ കാന്തിയുടെ കൂട്ടം അല്ലെങ്കിൽ നിരയാൽ അരുണിതം ചുവപ്പാർന്നതും കോമളം കണ്ഠദേശം മനോഹരവുമായിരിക്കുന്ന ഭഗവാന്റെ തൃക്കഴുത്തും വക്ഷഃ തിരുമാറാണെങ്കിലോ ശ്രീവത്സരമ്യം ശ്രീവത്സം എന്ന ആ മറുകുകൊണ്ട് സുന്ദരവും തരളതര സമുദ്ദീപ്രഹാരപ്രധാനം ഇളകി മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള ദീപ്രഹാരപ്രധാനം തിളങ്ങുന്ന അനേകം ഹാരങ്ങൾ മുത്തുമാലകൾ അണിഞ്ഞതുമായ ഭഗവാന്റെ തിരുമാറും നാനാവർണ പ്രസൂലാവലി കിസലയനീം വന്യമാലാം നാനാവർണ പല നിറത്തിലുള്ള പ്രസൂനാവലി പൂക്കളും തളിരുകളും ഒക്കെ കിസലയനീം കലർന്നതും വിലോലോലംബാം പാറി പറക്കുന്ന വണ്ടുകളോട് കൂടിയതും ലംബമാനാം താഴോട്ട് നീണ്ടു കിടക്കുന്നതുമായ ഉരസി ഭഗവാന്റെ മാറിൽ തവ തഥാ ഭാവയേ രത്നമാലാം അതുപോലെ തന്നെ ഭഗവാന്റെ മാറിൽ കിടക്കുന്ന രത്നമാലയും ഒക്കെ ഞാൻ ഭാവയേ അഹം ഭാവയേ ഞാൻ ധ്യാനിക്കുന്നു. ഇവിടെ ഉയർന്നു പരക്കുന്ന കൗസ്തുഭമണിയുടെ കാന്തി നിരയാൽ ചുവന്നതും മനോഹരവുമായ ഭഗവാന്റെ തൃക്കഴുത്ത്, പിന്നെ തിരുമാറിലാണെങ്കിൽ ശ്രീവത്സം കൊണ്ട് ഭംഗിയാർന്നതും നല്ലവണ്ണം മിന്നിത്തിളങ്ങുന്നതായ അനേകം മുത്തുമാലകളും അണിഞ്ഞ ഭഗവാന്റെ തിരുമാറ്, കൂടാതെ പല നിറത്തിലുള്ള പൂക്കളും തളിരുകളും ഒക്കെ ചേർന്ന് വണ്ടുകൾ ചുറ്റും പാറി പറക്കുന്നതായ താഴോട്ട് നീണ്ടു കിടക്കുന്നതായ വനമാലയും ഭഗവാന്റെ മാറിൽ ധരിച്ചിട്ടുണ്ട്. കൂടാതെ രത്നമാലയും ഒക്കെയുണ്ട്. അപ്രകാരമുള്ള ഭഗവാന്റെ ആ കഴുത്തിനെയും തിരുമാറിനെയും ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ കഴുത്തിലുള്ള കൗസ്തുഭമണിയും ശ്രീവത്സം എന്ന് പറഞ്ഞ മറുകും വനമാലയും മുത്തുമാലകളും രത്നമാലയും ഒക്കെയാണ് മേൽപ്പത്തൂർ തൻ്റെ ധ്യാനത്തിനായിട്ട് സങ്കല്പിക്കുന്ന ആ രൂപം. ആ മനസ്സിലുള്ള ആ രൂപം തന്നെയാണ് ശ്രീകോവിലിൽ പ്രകാശിച്ച് നിൽക്കുന്നത് എന്നതുകൂടി ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ആ ശ്രീകോവിലിൽ കണ്ടതായ രൂപത്തെ ഭഗവാന്റെ തിരുമുടി മുതൽ താഴോട്ട് പാദം വരെയുള്ള ഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് വർണ്ണിക്കുന്നതിൽ ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ കഴുത്തും തിരുമാറുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ കഴുത്തിലും മാറിലും എല്ലാം അണിഞ്ഞിരിക്കുന്ന ഓരോരോ അലങ്കാരങ്ങൾ അല്ലെങ്കിൽ ആഭരണ വിശേഷങ്ങൾ ഒക്കെയാണ് ഈ ശ്ലോകത്തിലൂടെ
ധ്യാനിക്കുന്നതായിട്ട് മേൽപ്പത്തൂർ പറയുന്നു. ഉത്സർപ്പത് കൗസ്തുഭശ്രീ തദിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷ ശ്രീവത്സരമ്യം തരളതരസമോദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലി കിശലയനീം വന്യമാലാം വിലോലംബാം ലംബമാനാമുരസിതവ തഥാ ഭാവയേ രത്നമാലം. അംഗേ പഞ്ചാംഗരാഗൈരതിശയവികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിതതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യസ്തതപ്തോജ്വലകനകനിഭം പീതചേലം ദദാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വാം. അംഗേ പഞ്ച അംഗരാഗൈഃ അതിശയവികസ സൗരഭാകൃഷ്ടലോകം ലീന അനേകത്രിലോകീ വിദതിം അപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യസ്ത തപ്ത ഉജ്ജ്വലകനകനിഭം പീതചേലം ദദാനം ധ്യായാമഹ ദീപ്തരശ്മിസ്ഫുടമണിരശനാ കിങ്കിണി മണ്ഡിതം ത്വാം. അംഗേ ഭഗവാന്റെ തിരുമെയ്യിൽ പഞ്ച അംഗരാഗൈ 5 അംഗരാഗങ്ങൾ ലേപനം ചെയ്തിട്ടുണ്ട്. അതിശയവികസത് എങ്ങും പറക്കുന്ന സൗരഭാകൃഷ്ടലോകം ആ സുഗന്ധം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നതും ലീന അനേകത്രിലോകി വിധത്തിം അപികൃശാം ഭഗവാന്റെ അരക്കെട്ടിൽ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്നു. അങ്ങനെയാണെങ്കിലും വളരെ കൃശമായിരുന്ന ഒട്ടും പുറത്തേക്ക് ചാടാത്ത വയറോട് കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ചെറുതായിരിക്കുന്ന അരക്കെട്ടിനെ മധ്യവല്ലിയും ബിഭ്രതം വഹിക്കുന്നവനും ശക്രാശ്മന്യസ്ത തപ്ത ഉജ്ജ്വലകനകനിഭം ഇന്ദ്രനീല കല്ലിൽ പതിച്ച കാച്ചി തെളിഞ്ഞ മിന്നുന്ന പൊന്നുപോലെയുള്ള മഞ്ഞപ്പട്ടും അരയിൽ ധരിച്ചിട്ടുണ്ട്. ദദാനം ചാർത്തിയവനും ദീപ്തരശ്മി സ്ഫുടമണിരസനാ കിങ്കിണി മണ്ഡിതം ത്വാം ദീപ്തരശ്മി നിറകതിരുകളുടെ സ്ഫുടമണിരസന മിന്നിത്തിളങ്ങുന്ന ആ രത്നങ്ങൾ പതിച്ച കിങ്കിണി അരഞ്ഞാണും കിങ്ങിണിയും അണിഞ്ഞവനും ത്വാം ധ്യായാമഹ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. ഭഗവാന്റെ തിരുമയിൽ അംഗരാഗങ്ങൾ കൊണ്ടുള്ള ലേപനം ചെയ്തിട്ടുള്ളതിനാൽ എല്ലാ ആളുകളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനും ആ സുഗന്ധത്താൽ എല്ലാവരെയും ആകർഷിക്കുന്നവനും എന്നാൽ ഭഗവാന്റെ അരക്കെട്ടിൽ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്നതാണ് എങ്കിൽ തന്നെയും വളരെ കൃശമായിരിക്കുന്നതുമായ അരക്കെട്ടോട് കൂടിയവനും പിന്നെ ഇന്ദ്രനീല കല്ലിൽ പതിച്ചിരിക്കുന്ന കാച്ചി തെളിഞ്ഞ പൊന്നുപോലെ ഉള്ള മഞ്ഞപ്പട്ടും അരയിൽ ധരിച്ചിരിക്കുന്ന ഭഗവാൻ, അതുപോലെ തന്നെ നിറകതിരുകളോടെ മിന്നിത്തിളങ്ങുന്ന രത്നങ്ങളൊക്കെ പതിച്ച ഭഗവാന്റെ അരയിലുള്ള അരഞ്ഞാണും കിങ്ങിണിയും ഒക്കെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ പൂശിയിരിക്കുന്നതായ അംഗരാഗങ്ങളുടെ സുഗന്ധം കൊണ്ട് തന്നിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആകർഷിക്കുന്നവനും അനേകം ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്നതാണ് ഭഗവാന്റെ അരക്കെട്ട് എങ്കിലും കൃശമായിരിക്കുന്നതും ആ അരക്കെട്ടിൽ ചാർത്തിയിരിക്കുന്ന മനോഹരമായ മഞ്ഞപ്പട്ടും പിന്നെ രത്നങ്ങൾ പതിച്ച അരമണിയും കിങ്ങിണിയും ഒക്കെ ധരിച്ചതുമായ ഭഗവാന്റെ ആ അരക്കെട്ടിനെ ഞാൻ ധ്യാനിക്കുന്നു. അംഗേ പഞ്ചാംഗരാഗൈരതിശയവികസ സൗരഭാകൃഷ്ടലോകം
ലീനാനേകത്രിലോകീ വിദതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാസ്മന്യസ്തതപ്തോജ്വലകനകനിപം പീതചേലം ദദാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വാം ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗ രമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താദ്ന്യസനധൃതസമസ്താർത്തപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃതുലമനോജ്ഞേ ച ജംഘേ നിഷേവേ ഊരു ചാരു തവ ഊരു ഘനമസൃണരുചൗ ചിത്തചോരൗ രമായാഃ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവം അനിശം ഉഭൗ പീതചേല ആവൃത അംഗൗ ആനമ്രാണാം പുരസ്താത് ന്യസനധൃത സമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃതുലമനോജ്ഞേ ച ജംഘേ നിഷേവേ ഊരു ഭഗവാന്റെ ഊരുക്കൾ തുടകൾ. എങ്ങനെയുള്ള തുടകൾ? ചാരു വളരെ മനോഹരമായ തുടകൾ. തവോരു ഘനമസൃണരുചൗ കനത്ത് മിനുത്ത കാന്തിയാർന്നവയുമായിരിക്കുന്ന ഭഗവാന്റെ ഇരുത്തുടകൾ. അത് ചിത്തചോരൗ രമായാഹ ഈ രമാദേവിയുടെ മനം കവരുന്നവയും വിശ്വക്ഷോഭം വിശങ്ക്യ ഈ വിശ്വത്തിന് ക്ഷോഭം ഉണ്ടാകുമോ എന്ന് ശങ്കിക്കുന്നത് കൊണ്ട് ധ്രുവം അനിശമുഭൗ പീതചേലാവൃതാംഗൗ ആ രണ്ട് തുടകളെയും എല്ലാ സമയവും പീതചേല ആവൃത മഞ്ഞപ്പട്ടുകൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുന്നതും ആനമ്രാണാം പുരസ്താത് ഭഗവാന്റെ മുൻപിൽ വന്ന് നമിക്കുന്നവരുടെ മുൻപിൽ ന്യസന കരുതി വച്ചിട്ടുള്ള ധൃത സമസ്താർത്ഥപാളി സമുദ്ഗത് അവർക്ക് നൽകുവാനായിട്ട് കരുതി വച്ചിരിക്കുന്ന ഒരു മണിച്ചപ്പ് എന്ന പോലെ ഇരിക്കുന്ന ഭഗവാന്റെ ജാനുദ്വയം രണ്ട് കാൽമുട്ടുകളെയും മനോജ്ഞേ ച ജംഘേ നിഷേവേ മനോജ്ഞേ ക്രമത്തിൽ മേലോട്ട് വണ്ണം കൂടി മനോഹരങ്ങളായിരിക്കുന്ന ഭഗവാന്റെ ജംഘേ ഇരു കണങ്കാലുകളെയും അഹം നിഷേവേ ഞാൻ ഭജിക്കുന്നു. ഇവിടെ ഭഗവാന്റെ തൃത്തുടയെയാണ് ആദ്യം വർണ്ണിച്ചത്. വളരെ മനോഹരവും കനത്ത് മിനുപ്പാർന്നതുമായ ഭഗവാന്റെ ഇരുത്തുടകളും അത് രമാദേവിക്ക് മനം കവരുന്നതും ലോകത്തിൻ്റെ എല്ലാം മനസ്സിന് ക്ഷോഭം ഉണ്ടാക്കാവുന്നതുമാണ് എന്ന് ശങ്കിക്കുന്നതുകൊണ്ട് ഭഗവാന്റെ തൃത്തുടകളെ സദാസമയവും മഞ്ഞപ്പട്ടുകൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുകയാണ് എന്നും പറയുന്നു. കൂടാതെ ഏതെല്ലാം ഭക്തന്മാരാണോ തൻ്റെ മുൻപിലേക്ക് എത്തി നമിക്കുന്നത് അവർക്ക് നൽകുവാനായിട്ട് വേണ്ടതെല്ലാം കരുതി വച്ചിരിക്കുന്ന ഒരു മണിച്ചപ്പാണോ എന്ന് തോന്നുമാറുള്ള ഭഗവാന്റെ രണ്ട് കാൽമുട്ടുകളും പിന്നെ ക്രമത്തിൽ മുകളിലോട്ട് വണ്ണം കൂടിയിരിക്കുന്ന മനോഹരങ്ങളായ ഭഗവാന്റെ കണങ്കാലുകളെയും ഞാൻ ധ്യാനിക്കുന്നു. ഭഗവാന്റെ അരയ്ക്ക് താഴോട്ടുള്ള തുടയെയും കാൽമുട്ടിനെയും കണങ്കാലിനെയുമാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വർണ്ണിച്ചിരിക്കുന്നത്. ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗ രമായാ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താദ്നസനധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃതുലമനോജ്ഞേ ച ജംഘേ നിഷേവേ.
മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജനഗരഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപദ്വാന്തഹന്ത്രിം തതിമനുകലയേ മംഗലാമംഗുലീനം. മഞ്ജീരം മഞ്ജുനാഥൈഃ ഇവ പദഭജനം ശ്രേയഃ ഇതി ആലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമന്ദര ഉദ്ധാരകൂർമ്മം ഉത്തുംഗ ആതാമ്രരാജത് നഖരഹിമകര ജ്യോത്സ്നയാ ച ആശ്രിതാനാം സന്താപ ദ്വാന്തഹന്ത്രിം തതിം അനുകലയേ മംഗലാം അങ്കുലീനാം. മഞ്ജീരം മഞ്ജുനാഥൈഃ ഇവ പദഭജനം ശ്രേയ ഇതി ആലബന്ധം. മഞ്ജീരം ഭഗവാന്റെ കാലിലുള്ള ചിലമ്പ്. ആ ചിലമ്പ് പൊഴിക്കുന്ന മഞ്ജുനാഥൈഃ മനോഹരമായിരിക്കുന്ന നാദമാണ് ആ ചിലമ്പിൽ നിന്നുണ്ടാകുന്നത്. ആ ശബ്ദം കേട്ടാൽ നമുക്ക് തോന്നും പദഭജനം ശ്രേയ ഇതി ആലബന്ധം. ഭഗവാന്റെ പദങ്ങളെ ഭജിക്കുന്നത് ശ്രേയസിനെ തരുന്നതാണ് എന്ന് വിളിച്ചു പറയുന്നതാണോ എന്ന് തോന്നും ഭഗവാന്റെ കാൽച്ചിലമ്പിൽ നിന്ന് ഉതിരുന്ന ആ നാദം കേട്ടാൽ. പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം. ഭഗവാന്റെ കാൽപാദത്തിൻ്റെ മുകൾ ഭാഗം, അതായത് പുറവടിയാണെങ്കിലോ, ഭ്രാന്തിമജ്ജത് മായയിൽ മുങ്ങിത്താണ് പോകുന്ന പ്രണതജന ഭക്തന്മാർക്ക് അവരുടെ മനസ്സിനെ മന്ദര ഉദ്ധാരകൂർമ്മം, ആ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തുന്ന ആമയായിട്ട് സങ്കല്പിക്കപ്പെടുന്ന ഭഗവാന്റെ പാദത്തിലെ പുറവടിയും. പിന്നെ ഉത്തുംഗാതാമ്രരാജത് നഗരഹിമകര ജ്യോത്സ്നയ, ഉത്തുംഗം നടുവ് ഉയർന്നതും, ആതാമ്രം തെല്ല് ചുവന്നതും, രാജത് മിന്നുന്ന, ഹിമകര ചന്ദ്രബിംബങ്ങളുടെ ജ്യോത്സ്നയ തൂനിലാവിനാൽ, സന്താപദ്വാന്തഹന്ത്രീം ആശ്രയിക്കുന്നവരുടെ സന്താപമാകുന്ന ഇരുട്ടിനെ മുഴുവൻ ഹനിക്കുന്നതും, മംഗലാം അങ്കുലീന മംഗളങ്ങളെ നൽകുന്നതുമായ ഭഗവാന്റെ അങ്കുലികൾ, പാദാങ്കുലികൾ, വിരലുകളെയും ആ വിരലുകളുടെ തതിം കൂട്ടത്തെയും അല്ലെങ്കിൽ നിരയെയും അനുകലയെ ഞാൻ ധ്യാനിക്കുന്നു. ഇപ്പോൾ ഭഗവാന്റെ പാദത്തിൽ കിടക്കുന്ന ചിലമ്പിനെയാണ് ആദ്യം ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചത്. ആ ചിലമ്പിൽ നിന്ന് ഉതിരുന്ന ശബ്ദം എന്ന് പറയുന്നത് ഭഗവാന്റെ പദഭജനം ശ്രേയസിന് നൽകുന്നതാണ് എന്ന് വിളിച്ചോതുന്നതായ ഒരു ശബ്ദമാണ് ആ ചിലമ്പിൽ നിന്ന് ഉതിരുന്നത് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ പാദത്തിൻ്റെ മുകൾ ഭാഗമായിരിക്കുന്ന പുറവടിയെയും ഇവിടെ വർണ്ണിക്കുകയാണ്. ഏത് പ്രകാരമാണെന്നാൽ മായയിൽ മുങ്ങിത്താണ് പോകുന്ന ഭക്തഹൃദയങ്ങളെയൊക്കെ ഉയർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ആ ഭക്തഹൃദയങ്ങളാകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തിയെടുക്കുന്ന ആമയായിട്ട് സങ്കല്പിക്കപ്പെടുന്ന ഭഗവാന്റെ പാദത്തിൻ്റെ പുറവടിയെയും, പിന്നെ നഖങ്ങളെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. അത് നഖത്തിൻ്റെ മധ്യഭാഗം ഉയർന്നും അല്പം ചുവപ്പ് നിറത്തോടു കൂടിയിരിക്കുന്നതും, ചന്ദ്രബിംബത്തിൽ നിന്ന് ഉതിരുന്ന പ്രകാശരശ്മികൾ പോലെയും ഉള്ള അത്ര മനോഹരമായിരിക്കുന്ന ഭഗവാന്റെ നഖങ്ങളെയും, പിന്നെ ആശ്രിതാനാം ഭഗവാനെ ആശ്രയിക്കുന്നവരുടെയൊക്കെ സന്താപദ്വാന്തഹന്ത്രീം അവരുടെ ദുഃഖങ്ങളാകുന്ന അന്ധകാരത്തെ മുഴുവൻ നീക്കുന്നതായ ഭഗവാന്റെ മംഗലാം അങ്കുലീനാം മംഗളകരമായിരിക്കുന്ന ഭഗവാന്റെ വിരലിൻ്റെ കൂട്ടങ്ങളെയും ഒക്കെ അഹം അനുകലയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ കാൽ ചിലമ്പിനെയും പുറവടിയെയും നഖങ്ങളെയും
പാദത്തിലുള്ള വിരലുകളെയും ഒക്കെയാണ് മേൽപ്പത്തൂർ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്. മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജത് നഖരഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപ ദ്വാന്തഹന്ത്രിം തതിമനുകലയേ മംഗലാമംഗുലീനം. യോഗീന്ദ്രാണാം ത്വദംഗ്വേഷധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. യോഗേന്ദ്രാണാം ത്വദ് അംഗേഷു അധികസുമധുരം മുക്തിഭാജാം നിവാസഃ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. യോഗീന്ദ്രാണാം യോഗിവര്യന്മാർക്ക് ത്വദംഗേഷു അങ്ങയുടെ അംഗങ്ങളിൽ വെച്ചിട്ട് അധികസുമധുരം ഏറ്റവും അധികം മാധുര്യം ഉള്ളതും മുക്തിഭാജാം നിവാസ ഈ മുക്തി ആഗ്രഹിക്കുന്നവരൊക്കെ ഭഗവാന്റെ ഏത് അവയവത്തിൻ്റെ ഭാഗത്തിലാണോ എത്തിച്ചേരുന്നത് അപ്രകാരമുള്ള ഭഗവാന്റെ തേ പാദമൂലം അങ്ങയുടെ ആ പാദമൂലം ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധു. ഭഗവാന്റെ ആ പാദമൂലം നിത്യവും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു കാണുമാറാകണമേ ഭഗവാനെ. പവനപുരപദേ ഗുരുവായൂരപ്പ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാനെ കാരുണ്യസിന്ധോ ദയാസാഗരമേ ഹൃത്വാ നിശേഷതാപാൻ എൻ്റെ എല്ലാ താപങ്ങളെയും ഹരിച്ചിട്ട് പ്രതിശതു തന്നാലും എന്തു തന്നാലും പരമാനന്ദ സന്തോഹലക്ഷ്മിയും പരമാനന്ദ പ്രവാഹത്തിൻ്റെ സമൃദ്ധിയെ തന്നെ എനിക്ക് നൽകുമാറാകണേ ഭഗവാനെ. ഇവിടെ ഭഗവാന്റെ പാദമൂലം മാത്രമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് അധികമായിട്ട് തന്നെ വർണ്ണിക്കേണ്ടതുകൊണ്ടാണ് മേൽപ്പത്തൂർ കേവലം പാദമൂലത്തിന് മാത്രമായിട്ടൊരു ശ്ലോകം തയ്യാറാക്കിയത്. കാരണം ഈ പാദമൂലത്തേക്ക് എത്തുന്നതിനാണ് എല്ലാ ഭക്തജനങ്ങളും നിരന്തരമായിട്ട് ഭഗവാനെ ധ്യാനിക്കുന്നത്. മുക്തി ലഭിച്ചു അല്ലെങ്കിൽ സായുജ്യം ലഭിച്ചു അല്ലെങ്കിൽ ചതുർവിധ പുരുഷാർത്ഥത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മോക്ഷപദം പ്രാപിച്ചു എന്ന് പറയുന്ന ജീവാത്മാക്കളൊക്കെ വന്നു ചേരേണ്ട സ്ഥലമാണ് ഭഗവാന്റെ പാദമൂലം. അങ്ങനെയുള്ള ആ പാദമൂലം നിത്യവും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു കാണുവാൻ എനിക്ക് അനുഗ്രഹം തരണേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുക. തന്നെയുമല്ല അപ്രകാരം ഉള്ള നിരന്തരമായ സ്മരണയിലൂടെ എനിക്ക് എല്ലാ ദുഃഖങ്ങളെയും മറക്കുവാനും അതുവഴി നിരന്തരമായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹവർഷത്തിൻ്റെതായ പരമാനന്ദ പ്രവാഹത്തെയും നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്. യോഗീന്ദ്രാണാം ത്വദംഗ്വേഷധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം.
അജ്ഞാത്വാ തേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേദാ നാരായണീയം ശ്രുതുഷിജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. അജ്ഞാത്വാ തേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ച ഏതത് സഹസ്രോത്തരം അധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേദാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീല അവതാരൈഃ ഇദം ഇഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. അജ്ഞാത്വാ തേ മഹത്വം, ഭഗവാനെ അങ്ങയുടെ മഹത്വം എന്താണെന്ന് ശരിയായിട്ട് അറിയാതെ, യതിഹ നിഗദിതം ഇതാണെന്ന് ധരിച്ചുകൊണ്ട് ഞാൻ എന്തെല്ലാമോ പറഞ്ഞു വെച്ചു. അതെല്ലാം ഹേ വിശ്വനാഥ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങ് ക്ഷമേദാഹ ക്ഷമിക്കണമേ. സ്തോത്രം ച ഏതത്, ഈ സ്തോത്രം സഹസ്രോത്തരം അധികതരം 1000-ൽ പരം ശ്ലോകങ്ങൾ ഉള്ള ഈ സ്തോത്രം ത്വത്പ്രസാദായ ഭൂയാത്, ഭഗവാനെ അങ്ങയുടെ പ്രസാദത്തിനായി ഭവിക്കണമേ. ദ്വേദാ നാരായണീയം, 2 പ്രകാരത്തിൽ ഇതിനെ നാരായണീയം എന്ന് പറയാം. ഒന്ന് നാരായണനെ പാടി പുകഴ്ത്തുന്നത് എന്ന അർത്ഥത്തിലും, മറ്റൊന്ന് നാരായണനാൽ രചിക്കപ്പെട്ടത് എന്നതുമായ 2 അർത്ഥത്തിലും ഇത് നാരായണീയം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ശ്രുതിഷജനുഷാ സ്തുത്യതാവർണ്ണനേന, വേദങ്ങളിലെ ഭഗവാന്റെ അവതാരങ്ങളെ കൊണ്ടൊക്കെ സ്തുത്യതാവർണ്ണനേന സ്തുതിക്കപ്പെടേണ്ടതാണ് ഈശ്വരൻ എന്ന് വർണ്ണിച്ചിട്ടുള്ളതിനാൽ ലീലാവതാരൈഹി, ഭഗവാന്റെ അവതാര ലീലാ കഥകളാലൊക്കെ സ്ഫീതം പരിപുഷ്ടമാക്കപ്പെട്ടതും ഇതിനെ ഈ സ്തോത്രത്തിന് ഇഹ ഇവിടെ ആയുരാരോഗ്യ സൗഖ്യം കുരുതാം, ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ലഭിക്കുന്നതായി തീരുമാറാകണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രം ഭഗവത് പാദത്തിൽ സമർപ്പിക്കുകയാണ് മേൽപ്പത്തൂർ. അപ്പോൾ ഈ 1034 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു വച്ചതെല്ലാം പല കൃതികളിൽ നിന്നും ലഭിച്ച അറിവ് കൊണ്ട് ഞാൻ രചിച്ച സ്തോത്രമാണിത്. അതിൽ എല്ലാം തന്നെയും വേദങ്ങളിലും ഭാഗവതത്തിലും മറ്റുള്ള കൃതികളിലും ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഏതെങ്കിലും ഭാഗത്ത് എൻ്റെ മാനുഷികമായ തെറ്റുകൾ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അത് എനിക്ക് ക്ഷമ തന്ന് എന്നോട് പൊറുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഇവിടെ ചെയ്യുന്നത്. ഈ 1000-ൽ പരമുള്ള ശ്ലോകങ്ങൾ അങ്ങയുടെ പ്രസാദത്തിനായിക്കൊണ്ട് ഭവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ. തന്നെയുമല്ല, ഇത് 2 പ്രകാരത്തിൽ ഇത് നാരായണീയമായി സങ്കല്പിക്കപ്പെടുന്നു എന്നതും ശ്രുതികളിൽ, അതായത് വേദങ്ങളിലൊക്കെ ഭഗവാന്റെ അവതാര കഥകളെ കൊണ്ട് വർണ്ണിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും ലീലകളെക്കുറിച്ചും ഒക്കെ വർണ്ണിച്ച് ഇവിടെ വിവരിച്ചിരിക്കുന്ന ഈ ശ്ലോകങ്ങളുടെ ഒക്കെ പാരായണം അല്ലെങ്കിൽ നിരന്തരമായ ധ്യാനം എല്ലാവർക്കും ആയുസ്സിനെയും ആരോഗ്യത്തെയും സൗഖ്യത്തെയും നൽകുന്നതായി തീരുമാറാകണമേ എന്നുകൂടി മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്. 100 ദിവസമായിട്ട് ഭഗവാന്റെ തിരുനടയിൽ ഇരുന്നുകൊണ്ട് 100
ദശകങ്ങളിലായിട്ട് 1034 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ ലീലകളെയും അവതാരങ്ങളെയും ഒക്കെ പാടി പുകഴ്ത്തിയ മേൽപ്പത്തൂരിൻ്റെ ഈ സ്തോത്രകാവ്യമാകുന്ന നാരായണീയം ഭഗവാന്റെ പാദങ്ങളിൽ 27-ാം വയസ്സിൽ സമർപ്പിച്ച മേൽപ്പത്തൂർ വാതരോഗപീഠയിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ട് 84 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഭഗവത് ഉപാസന നമ്മളുടെ എല്ലാ ഭൗതികമായ വിഷമതകളിൽ നിന്നും മോചനം നൽകുന്നതാണ് എന്നതിന് മേൽപ്പത്തൂരിൻ്റെ ജീവിത കഥ തന്നെ ഉത്തമമായ ഉദാഹരണമാണ്. ഇന്ന് എത്രയോ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് ഈ കൃതിയെ സമാശ്രയിച്ചുകൊണ്ട് സംസാര സാഗരത്തെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുവനാകാൻ അല്ലെങ്കിൽ ഒരുവളാകാൻ നമ്മളിൽ ഏവർക്കും സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഈ കൃതിയുടെ പഠനത്തെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദാർപ്പണമസ്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.